ധൈര്യമായിട്ട് പോകും. നന്ദൻ സാറിന് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ അടുത്തെത്തിക്കും. നന്ദൻ നമ്മുടെ കസ്റ്റഡിയിലില്ല. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോദേവിൽ വീണ്ടും വീണ്ടും ഇടിവെട്ടി ട്വിസ്റ്റ്. അതേ കൂട്ടുകാരെ, നമ്മുടെ പ്രഭാവതിയുടെ അടുത്ത് നമ്മുടെ ഗിരീഷ് മാഷൊക്കെ വന്നിരിക്കുവാണേ. അപ്പൊ പ്രഭാവതി ആണെങ്കിൽ ഭയങ്കര കലിപ്പാണ്. ഒരു MLA ഭർത്താവിനെ കാണാതായിട്ട് ഇത്രയ്ക്കുള്ളൂ എല്ലാവരുടെയും ശുഷ്കാന്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുമോ. നന്ദനെ കാണത്തിൽ നമ്മുടെ പ്രഭാവതിക്ക് ഭയങ്കര സങ്കടമുണ്ടേ. അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഋഷിയുടെ അടുത്ത് CP വന്നിട്ട് പറയുന്നുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റി, നന്ദൻ നമ്മളുടെ കയ്യിൽ നിന്നും വഴുതി പോയി, നമ്മളുടെ ആ ഒരു കേന്ദ്രത്തിൽ നന്ദൻ ഇല്ല എന്ന് പറയുകയാണ്. അപ്പൊ തന്നെ നമ്മുടെ ഋഷിക്ക് ഇടിവെട്ടേറ്റ പോലെ ആയിട്ട്, ദൈവമേ എന്തു പറ്റി നന്ദൻ? ഇനി നന്ദനെ നമ്മുടെ ഋഷിയുടെ കേന്ദ്രത്തിൽ നിന്ന് നമ്മുടെ ഇസബെല്ല വീണ്ടും കൊണ്ടുപോയതാണോ? എന്താണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് ഒരു പിടിയില്ല കേട്ടോ. ആദ്യം ഇസബെല്ലയുടെ അടുത്തു നിന്നും നമ്മുടെ ഋഷി നന്ദൻ അടിച്ചു മാറ്റി, ഇനി ഋഷിയുടെ അടുത്തു നിന്നും നമ്മുടെ നന്ദനെ ആരായിരിക്കും അടിച്ചു മാറ്റിയിരിക്കുന്നത്? മിക്കവാറും നമ്മുടെ എസ്തപ്പാൻ ചേട്ടനായിരിക്കും. എസ്തപ്പാൻ ചേട്ടൻ നമ്മുടെ ഇന്നത്തെ പ്രമോല് ദേവികയ്ക്ക് വാക്ക് കൊടുക്കുന്നുണ്ട്, മോൾ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട, നന്ദൻ മോനെ ഞാൻ രക്ഷിച്ചെടുത്തോളാം, ഞാൻ കണ്ടുപിടിച്ചെടുത്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ മിക്കവാറും നമ്മുടെ എസ്തപ്പാൻ ചേട്ടൻ തന്നെയായിരിക്കും അവിടെ നിന്ന് മാറ്റിയിരിക്കുന്നത്, അല്ലെ കൂട്ടുകാരെ? അങ്ങനെ തന്നെ ആവട്ടെ, കാത്തിരിക്കാട്ടോ. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.